ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ജന്നത്ത് കെ ബച്ചെ എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോണത്. ഇത് എഴുതിയത് വിവേക് മെഹ്ത്ത. ഇതൊരു ഫിൽമി ലേഖാണ് കേട്ടോ, സിനിമാ ലേഖനം. ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ, സ്വർഗത്തിലെ കുട്ടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. बचपन में मेरा एक बहुत ही अच्छा दोस्त हुआ करता था സമീർ നാം കാ. കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു സമീർ. എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ വിവേക് മെഹ്ത്തയുടെ ഫ്രണ്ടാണ് സമീർ. പത്താ നഹി കഹാ ഹേ വോ ആജ്കൽ. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഇടായിട്ട് സമീറിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, കാരണം ചെറുപ്പത്തിലത്തെ ഫ്രണ്ടാണ്. ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് ലേഖകർക്ക് അറിയില്ല. पर हाल ही में जब मैंने एक फिल्म देखी तो उससे जुड़ी कुछ यादें मेरे जहन में ताज़ा हो गई. പക്ഷേ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ലേഖകൻ ഒരു സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ കുറേ ഓർമ്മകൾ, സമീറിനെ കുറിച്ചുള്ള കുറേ ഓർമ്മകൾ നമ്മുടെ ലേഖകൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. അവർ ചെറുപ്പകാലത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമ്മുടെ ലേഖകർക്ക് മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. उन यादों के बारे में बताने से पहले इस फिल्म के बारे में बताता हूँ. ആ ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ, സമീറിനെ കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എന്ത് പറയണം? ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇസ് ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഈ സിനിമയുടെ പേരാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, അതായത് ജന്നത്ത് കെ ബച്ച്, സ്വർഗത്തിലെ കുട്ടികൾ. യഹ് ഏക് ഇറാനി ഫിലിം ഹേ. ഇതൊരു ഇറാനി ഫിലിമാണ്. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹേ അലി ഔർ സഹ്റ നാം കെ ദോ ബച്ചെ. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ്, കിർദാർ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളാണ് അലി എന്നും സഹ്റ എന്നും പേരുള്ള രണ്ട് കുട്ടികൾ. ഫിലിം ശുരു ഹോത്തി ഹേ ബാസാർ കെ ഏക് ദൃശ്യ സെ. യഹാം അലി एक मोची की दुकान पर गड़ा अपनी बहन ज़हरा के पुराने जूते मरम्मत करवा रहा है. ഈ സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്ന ആ സീൻ എന്താണെന്ന് വെച്ചാൽ അലിയുടെ സഹോദരിയായ ഈ സഹറയുടെ ഒരു പഴയ പുരാനെ ജൂത്തെ, ഒരു പഴയ ഷൂവ് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ചെരുപ്പ് കുത്തിയുടെ കടയിൽ നിൽക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന സീൻ. ആകെ ഹോത്താ യൂം ഹേ കി ഘർ ആത്തെ സമയ ഗൽത്തി സെ വെ ജൂത്തെ അലി സെ കഹി ഗോ ജാത്തെ ഹേ. ഈ ഷൂവ് നന്നാക്കി ഒക്കെ കേടുവന്നതൊക്കെ ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ അലിയുടെ കയ്യിൽ നിന്നും എങ്ങനെയോ ആ ഷൂ നഷ്ടപ്പെട്ടു. वो परेशान होता है, बहुत ढूंढता है, पर जूते नहीं मिलते. അലിക്ക് ആകെ വിഷമായി. അവിടെ കുറേ തിരഞ്ഞു നോക്കി, പക്ഷെ ഷൂവ് കിട്ടിയില്ല. आखिरकार वह बड़े ही बुच्चे मन से अपने घर पहुंचता है, जहां ज़हरा उसका इंतज़ार कर रही है. അങ്ങനെ ഷൂ നഷ്ടപ്പെട്ട് വളരെയധികം വിഷമത്തോടെ അലി വീട്ടിലേക്ക് വരികയാണ്. വളരെ ദുഃഖം നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അലി വീട്ടിലേക്ക് വരികയാണ്. അവിടെ ആണെങ്കിൽ സഹറ തൻ്റെ ഷൂവ് ശരിയാക്കി കൊണ്ടുവരുന്നതും വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ജൂത്തെ ഗും ഹോ ജാനെ കി ബാത്ത് സുൻകർ വഹ് ഉദാസ് ഹോ ജാത്തി ഹേ. എന്താണ്, ഈ ഷൂവ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞിട്ട് സഹറയും വളരെയധികം വിഷമിച്ചു. पर यह सोचकर कि घर में तो नए जूतों के लिए पैसे
तो नहीं और जूते गुमने की बात जानकर अली को सजा मिल सकती है. അവർക്കറിയാം എന്താണ്, അവരുടെ വീട്ടിൽ പുതിയൊരു ഷൂ വാങ്ങിക്കാനില്ല, കാശില്ല. പിന്നെയാണെങ്കിൽ ഈ ഷൂ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞാൽ അലിക്ക് അടി കിട്ടും. ശ്രദ്ധിക്കാതല്ലേ ഷൂ പോയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലിക്ക് അടിയും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? വഹ് അപ്പനെ അമ്മി അബൂക്കോ കുച്ച് നെഹിയും ബത്താത്തി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്ത് തീരുമാനിക്കും? അമ്മയോടും അച്ഛനോടും ഈ ഷൂ പോയ വിവരം പറയണ്ടെന്ന് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കും. खैर दोनों आपस में सलाह कर एक तरकीब निकालते हैं कि वे दोनों अली के जूतों की मिल बांध कर इस्तेमाल करेगा. അപ്പോൾ അമ്മയോടും അച്ഛനോടും പറയാതെ ഇവർ രണ്ടുപേരും കൂടി ഒരു ഉപായം കണ്ടുപിടിക്കും. എന്താണ്? രണ്ടുപേരും കൂടെ അലിയുടെ ഷൂ ഉപയോഗിക്കാമെന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കും. അലിക്ക് ജൂത്തെ സഹറ के लिए थोड़े बड़े तो है पर इससे क्या. ഈ അലിയുടെ ഷൂ ആണെങ്കിൽ സഹറ ചെറുതല്ലേ, അലിയാണ് വലുത്. അപ്പോൾ അലിയുടെ ഷൂ സഹറക്ക് വലുതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഷൂ അല്ലേ ഉള്ളൂ. तय होता है कि पहले जहरा सुबह के समय जूते पहनकर स्कूल जाएगी और फिर दोपहर के समय अली उन्हें पहनकर स्कूल जाएगा. രണ്ടുപേരും കൂടെ ഒരു ഷൂ ഇടാൻ വേണ്ടി തീരുമാനിക്കും. രാവിലെയാണ് നമ്മുടെ സഹറക്ക് സ്കൂൾ. അപ്പോൾ സഹറ ഉച്ചയ്ക്ക് ശേഷമാണ് അലിക്ക് സ്കൂൾ. അപ്പോൾ രാവിലെ സഹറ അലിയുടെ ഷൂ ഇട്ടിട്ട് സ്കൂളിൽ പോവും. സഹറ പോയി വന്നതിന് ശേഷം അലി ഈ ഷൂവിനെ ഇട്ടിട്ട് അലിയും സ്കൂളിൽ പോവും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക. അമ്മയോടും അച്ഛനോടും പറയാതെ ഈ പ്രശ്നം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്ര എടുക്കണുള്ളൂ. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.